നമസ്കാരം. നർത്തകനും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണന് നേരെ അധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നർത്തകനും നടനുമായ ഡോക്ടർ RLV രാമകൃഷ്ണന്റെ പേര് പറയാതെയായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം. ഇതിന് പ്രതികരണവുമായി RLV രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് വലിയ ചർച്ചയായത്. ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു ദളിത് കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്നും ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും RLV രാമകൃഷ്ണൻ കുറിച്ചു. ഇതോടെ സോഷ്യൽ മീഡിയയിൽ സംഭവം കത്തി. എന്തും രാഷ്ട്രീയമായി മാറുക എന്നത് നമ്മുടെ നാട്ടിലെ സ്ഥിരം പരിപാടിയാണ്. മിനിറ്റുകൾ കൊണ്ട് ഈ വിഷയവും പൊളിറ്റിക്കലായി മാറി. കലാമണ്ഡലം സത്യഭാമ RSS ആണെന്നായിരുന്നു സൈബർ സഖാക്കളുടെ പ്രചാരണം. RSSന്റെ ജിഹയായ കേസരിയിൽ എഴുതാറുണ്ടെന്ന സത്യഭാമയുടെ അധിക യോഗ്യത എന്നാണ് ഇടത് സഹയാത്രിയായ ദീപ നിശാന്ത് കുറിച്ചത്. ആ ഗോപിയല്ല ഈ ഗോപി എന്ന ഹാഷ്ടാഗ് പ്രചാരണം പോലെ ഒരു ക്യാമ്പയിനാണ് CPM ലക്ഷ്യമിട്ടത്. പക്ഷേ തിരുവനന്തപുരം സ്വദേശിയായ കലാമണ്ഡലം സത്യഭാമ ഇടത് സഹയാത്രികയാണെന്നാണ് അവരെ അറിയുന്നവർ പറയുന്നത്. 2018 പിണറായി സർക്കാരാണ് അവരെ കലാമണ്ഡലം ഭരണസമിതിയിൽ അംഗമാക്കിയത്. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിലങ്ക നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടകരിൽ ഒരാൾ സത്യഭാമയായിരുന്നു. GS പ്രദീപാണ് സ്ഥാപനത്തിന്റെ ചുമതലക്കാരൻ. മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അദ്ദേഹം വരാതിരുന്നതിനാൽ നിലവിളക്ക് തെളിയിച്ചത് കലാമണ്ഡലം സത്യഭാമയാണ്. യഥാർത്ഥ കലാമണ്ഡല സത്യഭാമ എന്ന ലെജൻഡ് ഇവരല്ല. ആ സത്യഭാമ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭന്റെ ഭാര്യയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്നു. കലാമണ്ഡലം ക്ഷേമാവതി, കലാമണ്ഡലം സരസ്വതി, കലാമണ്ഡലം ലീലാമ തുടങ്ങിയ പ്രശസ്ത നർത്തകിമാർ ആ സത്യഭാമയുടെ ശിഷ്യരാണ്. അതുപോലും മനസ്സിലാക്കാതെയാണ് പലരും കുപ്രചരണം നടത്തുന്നത്. പൊതുവെ ഔട്ട്സ്പോക്കൺ ആണിവർ. 2018 അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയും മോഹിനിയാട്ടം ഗുരുവുമായ അന്തരിച്ച കലാമണ്ഡലം സത്യഭാമയെക്കുറിച്ചും കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ സത്യഭാമ നടത്തിയ പരാമർശവും വിവാദമായിരുന്നു. പത്മനാഭൻ ആശാൻ മോശം നടനാണെന്നും കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പിണ്ണാക്കം അറിയില്ലെന്നും മറ്റും പരാമർശത്തിലുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ സത്യഭാമയെ തള്ളിപ്പറഞ്ഞ RLV രാമകൃഷ്ണന് പിന്തുണ കൊടുക്കുകയാണ് BJP ചെയ്തത്. RLV രാമകൃഷ്ണനൊപ്പമാണ് BJP എന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും അറിയിച്ചിട്ടുണ്ട്. കലയിൽ ജാതിയോ നിറമോ വർണ്ണമോ ലിംഗമോ സമ്പന്നനോ ദരിദ്രനോ എന്ന വേർതിരിവില്ല. കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിനെല്ലാം അതീതരാണ്. അങ്ങനെ ആരെങ്കിലും വേർതിരിവ് കാണിക്കുന്നുണ്ടെങ്കിൽ അവരിനി എത്ര വലിയ സർവജ്ഞപീഠം ഏറിയാലും അജ്ഞരായി തന്നെ ഭവിക്കും. അഹങ്കാരവും അജ്ഞതയും അന്യരെ ആക്ഷേപിക്കാൻ ആരും ഉപയോഗിക്കരുതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രാമകൃഷ്ണനെ BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് സന്ദർശിച്ച് പിന്തുണ അറിയിച്ചു. കലാകാരൻ ഈശ്വരന് പ്രിയപ്പെട്ടവനാണെന്നും അവർക്ക് ജാതിമത വർണ്ണ വ്യത്യാസങ്ങളില്ലെന്നും സത്യഭാമയുടെ പ്രതികരണം ദൗർഭാഗ്യകരമാണെന്നും രാമകൃഷ്ണനിലൂടെ കലാഭവൻ മണിയെ തന്നെ കാണുന്നവരാണ് മലയാളികളെന്നും നാഗേഷ് പറഞ്ഞു. സത്യഭാമയെ സാമൂഹ്യ വിലക്ക് പ്രഖ്യാപിച്ച് അകറ്റി നിർത്തണമെന്നാണ് BJP വക്താവ് സന്ദീപ് വാചസ്പതി പറഞ്ഞത്. ഒരാളുടെ തൊലിയുടെ നിറം യോഗ്യതയോ അയോഗ്യതയോ ആയി മാറും എന്ന ചിന്ത നല്ല പെട കിട്ടാത്തതിന്റെ അസുഖമാണ്. മുക്കാലിയിൽ കെട്ടി പുറം അടിച്ചു പൊളിച്ച് കാന്താരി അരച്ച് തേച്ചാൽ മാത്രമേ ഈ അസുഖം മാറുമെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. തൊലി വെളുത്തിരിക്കുന്നത് എന്തോ മഹത്വമാണെന്ന് ചിന്തിക്കുന്ന ഇവരെ പോലെയുള്ള വിഷജന്തുക്കളെ സാമൂഹ്യ വിലക്ക് പ്രഖ്യാപിച്ച് അകറ്റി നിർത്താൻ എല്ലാവരും തയ്യാറാകണം. ഡോക്ടർ RLV രാമകൃഷ്ണന്റെ പ്രകടനത്തിൽ കലാപരമായ പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. അതല്ല പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ അതാണ് പറയേണ്ടത്. അല്ലാതെ അയാളെ വംശീയമായും ജാതിയുമായും അധിക്ഷേപിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തമാണ്. രാമകൃഷ്ണനെ ഹൃദയപൂർവ്വം ചേർത്ത് നിർത്തുന്നുവെന്നും സന്ദീപ് എഴുതി. ഒരാഴ്ച മുൻപ് മലപ്പുറത്ത് വിദേശ കളിക്കാരനെ ഏറ്റ വംശീയ അധിക്ഷേപവും കേരളത്തിലായിരുന്നുവെന്നതും മറക്കരുതെന്നും വാചസ്പതി പറഞ്ഞു. കേരള കലാമണ്ഡലവും സത്യഭാമയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. തമിഴ് സാഹിത്യകാരൻ ജയ്മോഹൻ മലയാള സിനിമയെ വിമർശിച്ചപ്പോഴും അദ്ദേഹത്തെ സംഖ്യയാക്കാൻ ശ്രമം നടന്നിരുന്നു. MA ബേബി പോലെയുള്ള നേതാക്കൾ ഈ രീതിയിൽ പോസ്റ്റും ഇട്ടിരുന്നു. പക്ഷേ ജയ്മോഹൻ കടുത്ത സംഘപരിവാർ വിമർശകനും മോദി സർക്കാർ തന്നു എന്ന കാരണം കൊണ്ട് പത്മശ്രീ പോലും വാങ്ങാത്ത വ്യക്തിയുമാണെന്ന് വെളിപ്പെട്ടതോടെ ഈ പ്രചാരണം പൊളിയുകയായിരുന്നു. നമുക്കിഷ്ടമില്ലാത്തവരെയൊക്കെ സംഖ്യയാക്കുന്ന അതേ പരിപാടിയാണ് ഇപ്പോൾ സത്യഭാമയുടെ കാര്യത്തിൽ നടക്കുന്നത്.